നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയുടെ സാമ്പത്തിക ക്രമക്കേടുകളും ജനവഞ്ചനയും തുറന്നുകാട്ടി LDF വ്യാഴാഴ്ച രാവിലെ 10-ന് നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് LDF കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഓഡിറ്റ് ഫണ്ട് ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന് ഒരുപാട് പദവികളും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക അംഗീകാരമുള്ള ഒരു കൗൺസിൽ എന്ന ആ കൗൺസിലിനെ നോക്കുകുത്തിയായിട്ടാണ് പല സമയങ്ങളിലും ഈ ഓഡിറ്റുകൾ ചർച്ച ചെയ്യാതെ മുഖവലിക്കെടുക്കാതെ പോകാറുള്ളത്. ഇപ്രാവശ്യം അത് തന്നെയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഒട്ടനവധി അപാകതകളും വീഴ്ചകളും കണ്ടെത്തിയിട്ടും നമ്മൾ കൗൺസിലർമാർ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാർ കൗൺസിൽ വിളിച്ചു ചേർത്ത്, അതായത് ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ ആക്ടിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഓഡിറ്റുകൾ വിളിച്ചു ചേർക്കുന്നതിന് പ്രത്യേക കൗൺസിൽ വിളിച്ചു ചേർത്ത് വിശദമായി ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ പൊതുജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് ബോർഡിൽ പകർത്തണമെന്ന് നമ്മുടെ ആക്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ അപേക്ഷ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഇറങ്ങിയ ശേഷം നമ്മൾ ബന്ധപ്പെട്ട കൗൺസിലർമാർ ഞങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്കും ചെയർപേഴ്സണും ഇപ്പോൾ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ട് ഇന്നേ വരെ കൗൺസിൽ വിളിച്ചു ചേർത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അടിസ്ഥാന സൗകര്യത്തിന് സർക്കാർ അനുവദിച്ച 9.67 കോടി നഷ്ടപ്പെടുത്തിയ ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണത്തിലും ആശുപത്രികൾക്കുള്ള മരുന്ന് വിതരണത്തിലും ഗുരുതരമായ ക്രമക്കേട് നടന്നതായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഓഡിറ്റ് റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും വിഷയം ചർച്ച ചെയ്യാൻ പോലും ഭരണസമിതി കൂട്ടാക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരായ മരുന്നൻ സാജിദ് ബാബു, AV സുലൈമാൻ, CP അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, KT മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.